പ്രിയമുള്ളവരെ നമസ്കാരം. കൊട്ടിയൂരുമായി ബന്ധമുള്ള ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ ചപ്പാര ഭഗവതി ക്ഷേത്രം. മണത്തണയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സപ്ത മാതൃപുരം എന്നും ഇവിടെ അറിയപ്പെടുന്നു. ബാവലിപ്പുഴയുടെ ഒരു ഭാഗം അല്ലേ? കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വീതിയിലുള്ള സപ്തമാതൃക്കളുടെ സ്ഥാനം മണത്തണ ശ്രീ സപ്തമാതൃപുരം എന്ന ചപ്പാരം ക്ഷേത്രത്തിനാണ്. തെക്കോട്ട് ദർശനമായിട്ടുള്ള ശ്രീ ചപ്പാരം ക്ഷേത്രം പ്രസിദ്ധമായ ശാക്തേയ ആരാധനാ കേന്ദ്രമാണ്. വൈശാഖ മഹോത്സവത്തിൽ ചപ്പാരം ക്ഷേത്രവും മന്ത്രമൂർത്തികളും ഉൾപ്പെടുന്നുണ്ട്. ചപ്പാരത്ത് പ്രത്യേകമായി ഉത്സവം ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദക്ഷപ്രജാപതി നടത്തുന്ന യാഗം കാണുവാൻ സതീദേവിയും പരിവാരങ്ങളും യാത്ര ചെയ്യുന്ന വേളയിൽ സതീദേവി മനസ്താപത്തോടെ ഇരുന്ന തിണയത്രേ മനസ്തിണ. മനസ്തിണ മനസ്സ് തണയായും മണത്തിണയായും മണത്തണയായും രൂപാന്തരപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടെ ചില സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട്. ആയതിനാൽ ഭക്തജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. കിഴക്കേ നടയിലും ഇക്കരെ ക്ഷേത്രത്തിൽ ബസ് സ്റ്റാൻഡിന് പുറകിലെ കൂടിയും താൽക്കാലികമായി കുറുകെ കെട്ടിയ ബണ്ട് ക്രമാതീതമായി ജലം ഒഴുകിയെത്തിയതിനാൽ അത് പൊട്ടിയിരിക്കുകയാണ്. അതുവഴി യാത്രക്കാർ പോകുന്നത്. ആരാധനകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രോഹിണി ആരാധന കൊട്ടിയൂരിൽ നടക്കുന്നത് നാളെയാണ്. 14/6/2026 ഞായറാഴ്ച ആണ് അത് നടക്കുന്നത്. ആരാധനാ പൂജകളായ പഞ്ചഗവ്യാഭിഷേകം, പൊന്നിൻ ശീവേലി, നവകാഭിഷേകം, കളഭാഭിഷേകം എന്നിവ കൂടാതെ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുന്നതിനാലാണ് ആരാധനകളിൽ രോഹിണി ആരാധന പ്രാധാന്യമർഹിക്കുന്നത്. സതീവിരഹ ദുഃഖത്താൽ തപിക്കുന്ന പരമേശ്വരനെ ഗാഢമായി ആശ്ലേഷിച്ച് മനം കുളിർപ്പിക്കുന്ന ആ ശുഭദായകമായ മുഹൂർത്തത്തിൻ്റെ പ്രതീകാത്മകമായ പുനരാവിഷ്കരണമാണ് ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂർ നായ്ക്കൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ്റെ ജന്മാവകാശമാണ് ആലിംഗന പുഷ്പാഞ്ജലി കർമ്മം. രോഹിണി ആരാധനയ്ക്ക് തലേനാൾ കുറുമാത്തൂർ നമ്പൂതിരിപ്പാടും പരികർമ്മികളും മണത്തണ ശ്രീ കുണ്ടേൻ വിഷ്ണു ക്ഷേത്രത്തിൽ കുളിയും തേവാരവും കഴിഞ്ഞ് പണ്ടുകാലത്തെയുള്ള നിശ്ചയപ്രകാരം ആക്കൽ തറവാട്ടിൽ വിശ്രമിക്കുന്നു. പിറ്റേന്ന് കൊട്ടിയൂരിലെത്തി ആക്കൽ കയ്യാലയിൽ ഉപവിഷ്ടനാകുന്നു. ഉച്ച ശീവേലിക്ക് മുൻപ് തീർത്ഥക്കുളത്തിൽ കുളിച്ച് മുഖമണ്ഡപത്തിലെത്തിയാൽ ഉഷക്കാമ്പ്ര നമ്പൂതിരി എതിരേറ്റ് മണിത്തറയിൽ കയറ്റിയിരുത്തുന്നു. മണിത്തറയിൽ പനയൂർ നമ്പൂതിരിയും താഴെ പാലക്കുന്നം നമ്പൂതിരിയും പരികർമ്മികളായിരിക്കണമെന്നാണ് പണ്ടേ ഉള്ള നിശ്ചയം. കുറുമാത്തൂർ മണിത്തറയിൽ കയറുന്നതോടെ വാദ്യഘോഷങ്ങൾ തുടങ്ങുന്നു. ഉഷാക്കാമ്പ്രം നമ്പൂതിരി നൽകുന്ന പുഷ്പങ്ങൾ അർച്ചിക്കുകയും പാലക്കുന്നം നമ്പൂതിരി നൽകുന്ന തീർത്ഥം അഭിഷേകവും ചെയ്യുന്നു. ഈ അവസരത്തിൽ വാദ്യഘോഷങ്ങൾ മുറുകുന്നു. തുടർന്ന് മണിത്തറയിൽ മുട്ടുകുത്തി കമിഴ്ന്ന് കിടന്നുകൊണ്ട് സ്വയംഭൂവിനെ ഇരു കൈകളും കൊണ്ട് നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്ത് ഭഗവാനെ പ്രസാദിപ്പിക്കുന്നു.
അത്യപൂർവവും ഭക്തി നിർഭരവുമായ ഈ ചടങ്ങ് വീക്ഷിക്കാൻ തിരുവഞ്ചിറയിലും പടവുകളിലും ഭക്തസഹസ്രങ്ങൾ ഇമവെട്ടാതെ കാത്തിരിക്കും. ആലിംഗന പുഷ്പാഞ്ജലി പൂജകൾ പൂർത്തിയാക്കിയ ശേഷം കുറുമാത്തൂർ ആക്കൽ കയ്യാലയിൽ വിശ്രമിക്കുന്നു. അവിടെ കുറുമാത്തൂർ നായകനായുള്ള വിശേഷാൽ ആരാധനാ സദ്യയും നടത്തും. ഏതെങ്കിലും കാരണവശാൽ പുല, വാലായ്മ തുടങ്ങിയ അശൗചങ്ങളാൽ കുറുമാത്തൂർ നായകന് കൊട്ടിയൂരിൽ വന്ന് പൂജ നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുകയില്ല. രോഹിണി നാൾ മിഥുന മാസത്തിലായാലും ആലിംഗന പുഷ്പാഞ്ജലി ഉണ്ടാവില്ല. മിഥുനത്തിലെ രോഹിണി നാൾ ശ്രാദ്ധ ദിനമായതിനാലാണിങ്ങനെ സംഭവിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് മലോ ദേവസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. കൊട്ടേരിക്കാവിൽ കുടികൊള്ളുന്ന കൊട്ടേരിക്കാവ് മുത്തപ്പന് നിത്യേന നിവേദ്യം അർപ്പിക്കുന്നത് ഒറ്റപ്പിലാൻ എന്ന ആചാര സ്ഥാനികനാണ്. ഈ ദേവസ്ഥാനത്ത് ശത്രു സംഹാരത്തിനായി കരിങ്കലശം വഴിപാട് നടത്തുന്നു. വഴിപാട് നടത്തുന്നയാൾക്ക് മാത്രമേ കാവിൽ പ്രവേശിക്കാൻ പാടുള്ളതുള്ളൂ. ഇതൊരു പൊതു ആരാധനാ കേന്ദ്രമല്ല. എന്നാൽ നിഗൂഢമായി ചില പൂജാതി കർമ്മങ്ങൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്തേ.